വിഭവങ്ങൾ ശേഖരിച്ചു കൊടുക്കുന്നത് ഒരു കൂട്ടരാണ്. അത് നമ്മുടെ ഇന്റലിജൻസുകാർ, ഐബിക്കാർ. അവർ കൊണ്ടുവെക്കുന്നത്, അവർ കൊണ്ടു നൽകുന്നത് അരിഞ്ഞു മുറുക്കി പാചകം ചെയ്യാനായി ഒരു കൂട്ടർ മാധ്യമങ്ങളുടെ ഡെസ്കിലിരിക്കുന്നു, മറ്റൊരു കൂട്ടർ വെച്ചു വിളമ്പാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ ഫലം? ഇതിലൂടെ എന്താ നിങ്ങൾ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ നാട് കത്തിച്ചാമ്പലാക്കാനാണ് നിങ്ങളുടെ ശ്രമം. പക്ഷേ ഈ നാടിനെ നശിപ്പിക്കാൻ എന്റെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി പറഞ്ഞ പോലെ അവസാനത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അനുവദിക്കില്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ അത്തരമൊരു നിലപാടിനെ ചെറുക്കാൻ മുൻപന്തിയിലുള്ളവരാണ് ഞങ്ങൾ. ഈ നാട് ഞങ്ങളുടേത് കൂടിയാണ്. ഈ നാട്ടിലെവിടെ നിന്നും പുറത്തുനിന്ന് കടന്നു വന്നവരല്ല ഞങ്ങള്. ഈ നാട്ടിൽ ജനിച്ചുപിറന്നവരാണ് ഞങ്ങള്. ഇവിടെ തന്നെ മരിച്ചു വീഴേണ്ടവരുമാണ് ഞങ്ങള്. അതുകൊണ്ട് കുതന്ത്രങ്ങളിലൂടെ തകർക്കാമെന്നൊന്നും നിങ്ങൾക്ക് ശ്രമിക്കരുത്. ആശയപരമായി നേരിടാനുണ്ടെങ്കിൽ വരട്ടെ. ബിജെപിക്കാരനോ ഇവിടുത്തെ കോൺഗ്രസുകാരനോ ഹറാമായ കാര്യവുമില്ല എന്നിടത്തേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഓരോരുത്തരെയും അവരുടെ ശക്തിയും അവരുടെ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ കുട്ടിസഖാക്കള് തെരുവോരങ്ങളിൽ ഇരുന്നു കൊണ്ട് സാമ്രാജ്യത്വം തുലയട്ടെ എന്ന് പറയുമ്പോൾ പോളിറ്റ് ബ്യൂറോ മെമ്പർ ഉദലേറു ഭട്ടാചാര്യ ഇസ്രായേലുമായിട്ട് നേരിട്ട് ഡീലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ഇതെങ്ങനെയാണ് സാമ്രാജ്യത്വത്തിനെതിരെ CPM-ന് നിലപാട് സ്വീകരിക്കാൻ സാധിക്കുക? നമ്മുടെ കേരള സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് സാമ്രാജ്യത്വം കടന്നു വന്നിട്ടുള്ളത് ഒരു കാലത്തും യുദ്ധങ്ങളിലൂടെ ആയിരുന്നില്ല, വാണിജ്യാടിസ്ഥാനത്തിലായിരുന്നു സാമ്രാജ്യത്വം കടന്നു വന്നത്. അത് തന്നെയാണ് ഇന്ന് ഇസ്രായേൽ ഇതാ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്തി കഴിഞ്ഞിരിക്കുന്നു. ചുണയുള്ള കമ്മ്യൂണിസ്റ്റുകാരാ, നീ ഒന്ന് വിളിക്ക്, സാമ്രാജ്യത്വം തുലയട്ടെ എന്ന് കേരള സംസ്ഥാനത്ത്. ഇതൊന്നും ആർക്കും പ്രശ്നമല്ല. രാജ്യം കുട്ടിച്ചോറാക്കാൻ വേണ്ടി